1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. അരീക്കോട്, ഊർങ്ങാട്ടിരി മലയോര പ്രദേശങ്ങളിൽ ആനശല്യം രൂക്ഷം. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം മേഖലയിലാണ് ദിവസങ്ങളായി ആനശല്യം രൂക്ഷമായിട്ടുള്ളത്. ഇത്രയധികം ആനകൾ ജനവാസ മേഖലകളിലെത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആദ്യമായാണെന്നും ഓരോ വർഷം ചെല്ലുംതോറും ആനശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം PS ജിനേഷ് പറഞ്ഞു. ഇന്നലെ രാവിലെ 9 മണിയോടെ 6ഓളം ആനകളാണ് വനാതിർത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് ചേർന്നെത്തിയത്. വാർഡിലെ കൊടുമ്പുഴ, കൂരങ്കല്ല്, കൂട്ടപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരമായി ആനശല്യമുണ്ട്. ആനകൾ കൂട്ടത്തോടെ ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതുമൂലം കൃഷി മാത്രം ഉപജീവനമാർഗമായുള്ള ഇവിടുത്തെ കർഷകർ വലിയ ദുരിതത്തിലാണ്. വീടുകളുടെ സമീപത്തുകൂടി യാതൊരു ഭയവുമില്ലാതെയാണ് രാത്രികാലങ്ങളിൽ ആനകൾ വിഹരിക്കുന്നത്. ചെറുവീടുകളിൽ കഴിയുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നത്. ഇപ്പോൾ പകൽ സമയത്തും ആനകൾ ഇറങ്ങുന്നതോടെ ആളുകൾ വലിയ ആശങ്കയിലാണ്. രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന് പടക്കം പൊട്ടിച്ചും ലൈറ്റുകൾ തെളിച്ചും ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം കൂരങ്കല്ല് ഭാഗത്ത് വീട്ടുപരിസരത്ത് രാത്രി 8 മണിയോടെ എത്തിയ ആനയെ 12 മണിയായിട്ടും പോകാത്തതിനെ തുടർന്ന് നിലമ്പൂർ RRT ഉദ്യോഗസ്ഥരെത്തിയാണ് ഓടിച്ചത്. 3 വർഷം മുൻപ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടിരുന്നു. കർഷകർക്ക് യാതൊരു കൃഷിയും ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കർഷകർ അവർക്ക് സാധിക്കും പോലെ ചെറുവേലികൾ സ്ഥാപിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തകർത്തുകൊണ്ട് ആനകൾ കൃഷി നശിപ്പിക്കുകയാണ് പതിവ്. നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് തുച്ഛമായ നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആരും നഷ്ടപരിഹാരത്തിന് അപേക്ഷയും സമർപ്പിക്കാറില്ല. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറയുന്നു. 3 ആഴ്ചക്കാലമായിട്ട് ഈ ഓടക്കയം മേഖലയില് ജനവാസ മേഖലയാണ്. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർത്ത് പിള്ളേരും കുട്ടികളും അടക്കം ആൾക്കാർ താമസിച്ചിരിക്കുന്ന ഈ മേഖലയിലേക്ക് ആനയുടെ അതിരൂക്ഷമായ ഒരു ശല്യം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവര് വളരെ ബുദ്ധിമുട്ടി സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡുകളിൽ വരെ ആനകൾ വന്ന് ഇവിടെ മോൾ ഭാഗത്ത് ആയിട്ട് റബ്ബർ തോട്ടത്തിൽ റബ്ബറുകൾ ഒരു 100-150 റബ്ബറുകൾ കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോ എന്റെ തോട്ടമാണ്. ഈ തോട്ടത്തിൽ രാവിലെ മുതൽ നമ്മൾ കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഈ ആനകൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ഈ കാപ്പികളും ജാതികളും അതേപോലെ തന്നെ തെങ്ങ്, കവുങ്ങ് എല്ലാം നശിപ്പിച്ച് ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് ആന ഇവിടുന്ന് മാറുന്നില്ല. അപ്പം സർക്കാർ അതേപോലെ തന്നെ വനം വകുപ്പും ഇതിന് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. കാരണം ആനേനെ വനത്തിലേക്ക് കയറ്റിവിട്ട് ഇവിടെ ഒരു 3 കിലോമീറ്ററോളം വേലി സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൂക്കുവേലി സ്ഥാപിക്കാനുള്ള ഒരു നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ഇവിടെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ജിനേഷ് എന്ന് പറഞ്ഞ മെമ്പറാണ് ഇവിടെ 2ാം വാർഡിൽ മെമ്പറായിട്ട് നിൽക്കുന്നത്. അപ്പൊ ജിനേഷ് വേണ്ട എല്ലാ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നിലവിൽ ഓടക്കയം വാർഡിൽ 3 കിലോമീറ്റർ തൂക്കുവേലി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് അപര്യാപ്തമാണെന്നും കൂടുതൽ ദൂരത്തേക്ക് വേലി അനുവദിച്ചു കിട്ടണമെന്നും കൂടാതെ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ മലയോര പ്രദേശങ്ങളിലും മറ്റുമായി സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ മുഴുവനും കേടായ അവസ്ഥയിലാണെന്നും ഇത് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ മലയോര പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിക്കണമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.